മെൽബൺ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ 3 റൺസിനാണ് രോഹിത് പുറത്തായത്. പാറ്റ് കമ്മിൻസിനെതിരെ അനാവശ്യ ഷോട്ടിന് മുതിർന്ന സ്കോട്ട് ബോൾഡന് ക്യാച്ച് നൽകുകയായിരുന്നു രോഹിത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 4 ഇന്നിംഗ്സുകളിൽ ഇതുവരെ 22 റൺസ് മാത്രമാണ് രോഹിത് നേടിയത്. രോഹിത് ഓപ്പണിംഗ് റോളിലേക്ക് തിരിച്ചെത്തിയ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. രാഹുലിനെ മറികടന്നുകൊണ്ട് രോഹിത്താണ് ഓപ്പൺ ചെയ്യാനായി എത്തിയത്. തന്റെ ഇഷ്ട പൊസിഷനിൽ കളിച്ചിട്ടും രോഹിത് റൺസ് കണ്ടെത്താനായി പരാജയപ്പെടുകയായിരുന്നു. മെൽബൺ ടെസ്റ്റിന് മുൻപ് അവസാനം കളിച്ച 13 ഇന്നിംഗ്സുകളിൽ 11.83 ശരാശരിയിൽ 152 റൺസ് മാത്രമാണ് രോഹിത് നേടിയിട്ടുള്ളത്. 13 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പ്രകടനം മാറ്റി നിർത്തിയാൽ 20 റൺസിന് മേൽ ഒരു ഇന്നിംഗ്സിൽ പോലും രോഹിത്തിന് നേടാൻ സാധിച്ചിട്ടില്ല. ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 3 ടെസ്റ്റുകളിലും ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും രോഹിത്തിന് തിളങ്ങാനായില്ല. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഓപ്പൺ ചെയ്ത KL രാഹുൽ തിളങ്ങിയതോടെ കഴിഞ്ഞ 2 ടെസ്റ്റുകളിലും 6ാം നമ്പറിലാണ് രോഹിത് ബാറ്റിംഗിനായി എത്തിയത്. ഈ പ്രകടനവുമായി ഇനിയും ടീമിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നും എത്രയും വേഗം തന്നെ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടതെന്നുമാണ് ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രതികരിക്കുന്നത്. സമാന അഭിപ്രായവുമായി ചില മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തുന്നുണ്ട്. ചിലർ രോഹിത് ശർമ്മയുടെ പ്രകടനത്തെ ജസ്പ്രീത് ബുംറയോട് വരെ താരതമ്യം ചെയ്യുന്നുണ്ട്. ബുംറ ഇതുവരെ 25 വിക്കറ്റ് വീഴ്ത്തിയെന്നും അത്ര പോലും റൺസ് എടുക്കാൻ രോഹിതിന് സാധിക്കുന്നില്ല എന്നുമാണ് ക്രിക്കറ്റ് ലോകം പറയുന്നത്. സീനിയർ താരങ്ങളിൽ ചിലർ കരിയറിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവമായിരുന്നു. നേരത്തെ അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീനിയർ താരങ്ങളും ഈയൊരു പാത പിന്തുടരുമെന്നും ഇതിൽ രോഹിതിനെ സംബന്ധിച്ച് 2 ടെസ്റ്റുകളിലെ ഇന്നിംഗ്സുകൾ വളരെ നിർണായകമാണ് എന്നും റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നു. 4ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിലും രോഹിത് പരാജയപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെന്റിന് ശേഷം രോഹിത് ടെസ്റ്റിൽ നിന്നും പിൻവാങ്ങിയേക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടരണോ? അവസരം കാത്ത് പുറത്തു നിൽക്കുന്ന താരങ്ങൾക്ക് വഴിമാറേണ്ട സമയമായോ? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.